ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റീൽസ് ഉണ്ട് അല്ലേ. ഒരു പുസ്തകം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കണ്ടായിരുന്നു. ഏകദേശം 2000-ലധികം കോപ്പികൾ വിറ്റഴിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് പറയുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മളെ സ്വയം സ്നേഹിക്കാൻ പലപ്പോഴും മറന്നു പോകാറുണ്ടല്ലേ. നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ, നമുക്ക് വേണ്ടി മനസ്സിലൊരിടം നൽകാൻ നമ്മൾ സ്വയം മറന്നു പോകാറുണ്ട്. ആ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്നിട്ട് തന്നെ പുസ്തകത്തിൻ്റെ പേരിലേക്ക് കടക്കാൻ കിട്ടും. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ, അതുമല്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ, എന്തിനേറെ പറയണം, നമ്മളെ ഒരു കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വളരെ ചെറുപ്പത്തിലേ മുതൽ പരിശീലിപ്പിക്കുന്ന നമ്മുടെ വീട്ടുകാർ, ഒരിക്കൽ പോലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നൊന്നും ആരും നമ്മളോട് പറഞ്ഞു തരാറില്ല അല്ലേ. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ പകച്ചു പോകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പോലും കഴിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ ഒരു നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ. അപ്പോൾ സ്വയം നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. സ്വയം നമുക്കൊരിടം കൊടുക്കാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും സമയം കണ്ടെത്തുന്നതും മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പേരുടെ പേരുകൾ, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പേരുകൾ മാത്രമേ പറയുള്ളൂ. നമ്മളുടെ പേരുകൾ ഒരിക്കലും പറയാറില്ല അല്ലേ. നമുക്ക് വേണ്ടി നമ്മളൊരിക്കലും സമയം കണ്ടെത്താറില്ല, നമ്മളെ സ്വയം സ്നേഹിക്കാറില്ല. അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് സ്വയം നമ്മളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു തരുന്ന ഒരു പുസ്തകം, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നിമ്ന വിജയുടെ ഈ പുസ്തകം. നിങ്ങൾ എത്ര പേര് ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്? എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു മോട്ടിവേഷണൽ പുസ്തകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സ്വയം സ്നേഹിക്കുക, സെൽഫ് ലവ്, അതെപ്പോഴും നമുക്ക് വേണം. ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വ്യക്തികളുടെ പേരുകൾ, അല്ലെങ്കിൽ കുറച്ച് പേരുടെ പേരുകൾ പറയാൻ പറഞ്ഞാൽ എത്രയോ പേരുകൾ പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ നമ്മളെ തന്നെ സ്വയം ഓർക്കുന്നത്. എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളിൽ തന്നെ സ്നേഹിച്ചു തുടങ്ങിയാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ജീവിതം തന്നെ സത്യത്തിൽ മാറി മറിയും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, മനസ്സിലാക്കി തരുന്ന ഒരു നോവലാണ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ഈ പുസ്തകം. നിങ്ങളെല്ലാവരും വായിക്കാത്തവരുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കണം. അത്ര നല്ല മനോഹരമായ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഏതെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട വ്യക്തികളെ ഈ പുസ്തകത്തിലെ ഓരോ വരികളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ പുസ്തകം വായിച്ചു തീരുന്ന യാത്രയ്ക്കൊടുവിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം തിരിച്ചറിയും, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കും. ഇതെനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ഈ പുസ്തകം സ്വയം വ്യക്തിത്വത്തെ തിരിച്ചറിയുക എന്നുള്ള രീതിയിലും കൂടിയാണ് എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, അതിഥി എന്ന പെൺകുട്ടിയുടെ ജീവിത അനുഭവങ്ങളും ഓർമ്മകളും ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സിനിമാറ്റിക് ശൈലിയിലുള്ള ഒരു പുസ്തകം കൂടിയാണിത്. മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വയം മറക്കാതിരിക്കുക, സ്വയം തിരിച്ചറിയുക, സ്വയം സ്നേഹിക്കുക. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളും, അല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളായ മാതാപിതാക്കളും കൂടെ ഉണ്ടാകാറുണ്ടോ? എപ്പോഴും ഇല്ലല്ലോ. ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കണം എന്ന് അവരാരും നമുക്ക് പറഞ്ഞു തരാറ് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എങ്ങനെ അതിനെ അതിജീവിക്കണമെന്ന് നമ്മൾ പലപ്പോഴും എത്ര ആലോചിച്ചാലും നമുക്ക് കിട്ടാറുമില്ല. സത്യം പറഞ്ഞാൽ ഒരു മാനസിക സമ്മർദ്ദം അത് നമ്മളെപ്പോഴും അനുഭവിക്കാറുണ്ടല്ലേ. പക്ഷേ നമ്മളെ സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ, സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും സ്വയം നമുക്കതിന് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് സ്വയം സ്നേഹിക്കുക, സ്വയം വിശ്വസിക്കുക, സ്വയം മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ പേര്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ഈ പുസ്തകത്തിൻ്റെ പേരിൽ തന്നെയുണ്ട്. സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക, സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ഇതൊരു അതിജീവനത്തിൻ്റെ നോവൽ കൂടിയാണ്.